ആ സാർ. എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? അവിടെ പയ്യനും കൂട്ടിരെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ഒന്നിലും ഒരു പിഴവും വരുത്തരുത്. ശരി സാർ. ഞാനിവിടെ ഉണ്ടാവും. ആ സാർ. കല്യാണ മണ്ഡപത്തിലെ ഒരുക്കങ്ങൾ എന്തായി? ആ, സ്വീകരണം കഴിഞ്ഞിട്ടില്ല. പയ്യനും കൂട്ടിരെത്തിക്കഴിഞ്ഞു. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. അല്ല, നമ്മുടെ ഭാഗത്ത് എത്ര പേരുണ്ട്? 30 പേരോളം ഉണ്ട്. അവർ ക്ഷേത്രത്തിന്റെ പല ഭാഗത്തായി നിൽക്കുന്നുണ്ട്. കല്യാണത്തിന് വന്നവരാണെന്നേ പറയൂ. പെണ്ണ് കതിർ മണ്ഡപത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം വേണം അറ്റാക്കുണ്ടാവാൻ. സ്പോട്ടിൽ വെച്ച് ലച്ചുവിന്റെ കഥ തീർന്നിരിക്കണം. ആ വാർത്ത കേൾക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കും. കവിത രംഗത്തിറങ്ങുന്നു ഉറപ്പാ. അവളുടെ നീക്കം എന്താണെന്നറിഞ്ഞു? നമ്മുടെ ആളുകളെ കൂടാതെ വേറെയും ചിലർ ഈ പരിസരത്തുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരാരും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇനിയത് കവിതയുടെ ആൾക്കാരാവോ? ആയിരിക്കും. കവിത പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണോ കവിത പദ്ധതി ഇട്ടിരിക്കുന്നതെന്ന് സംശയമുണ്ട്. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണം. ഇന്ന് എല്ലാത്തിനും ഒരു പര്യവസാനം ആവുമല്ലോ. ഏട്ടൻ ചെല്ല്. എല്ലാവരോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞേക്ക്. വാ. ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാ. ഇനി അവര് വന്നാൽ മാത്രം മതി. ഓ, പയ്യനും കൂടെ എത്തിയല്ലോ മുത്തശ്ശ. പയ്യനെ സ്വീകരിക്കാൻ ആരെ ഏർപ്പാടാക്കിയത്? ലച്ചുവിന് സഹോദരന്മാരില്ലെങ്കിലും സ്വീകരണം വേണ്ടേ? ഇന്നലെ അതേപറ്റി സംസാരം ഉണ്ടായി. ലച്ചു സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന ഒരാളുണ്ട്. അവൻ സ്വീകരിച്ചാൽ മതി എന്നാ ലച്ചു എന്നോട് പറഞ്ഞത്. അത് മറ്റാരുമല്ല, ഇവനാ, രാജു. ഇവൻ മംഗലശ്ശേരിയിലെ സർവന്റ് അല്ലേ? അത് ഉത്തമന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്ന. എനിക്കിവൻ സ്വന്തം പേരക്കുട്ടിയാ. എന്റെ മക്കളുടെ മകളെ അമ്മു പിറന്നിട്ടില്ലെങ്കിലും അവൾ എനിക്ക് എങ്ങനെയോ കൊച്ചുമകളായി. അതിനു മുന്നേ എനിക്ക് കൊച്ചുമകനായവനാ രാജു. നിങ്ങൾക്ക് വല്ല അപമാനമുണ്ടോ? ഉത്തമൻ പറഞ്ഞത് പണിക്കൊരു കാര്യമാക്കണ്ട. ഇവൻ വേണം ഗോവിന്ദനെ സ്വീകരിക്കാൻ. അങ്കിളൊന്ന് വന്നേ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. നടക്കങ്ങോട്ട്. എന്താടാ? അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക, ആരാ തനിക്ക് ഉത്തമന് പേരിട്ടത്? ഉത്തമനല്ല, അധമനാ നല്ലത്. എന്നാ ശരി അങ്കിളെ, കല്യാണം കഴിഞ്ഞ് ഞാനങ്ങോട്ട് വരുന്നുണ്ട് എന്റെ പെങ്ങടെ ജീവിതം കാണാൻ. എന്താ വരണ്ടേ? സഞ്ജുവും സ്വാതിയും വരുന്ന കാർ ബ്രിഡ്ജ് കടന്നു അല്ലേ? അതെ മാഡം, എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മാഡം ഇപ്പോഴൊന്നും പുറത്തു വരരുത്. നമുക്ക് നോക്കാം വക്കീലെ. രണ്ടും ഇവിടെ എന്റെ കൺമുന്നിൽ വെച്ച് തീരണം. എനിക്കത് ലൈവായിട്ട് കാണണം. അതിനെന്താ? അവർ ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറരുത്. സഞ്ജു, അവര് ദക്ഷയുടെ ആളുകളാണെന്നാ തോന്നുന്നത്. എന്ത് സംഭവിച്ചാലും നീ കാറിൽ നിന്ന് പുറത്തിറങ്ങരുത്. രാജുവിനെ വിളിച്ച് നീ വിവരം പറ. സഞ്ജു, പുറത്തിറങ്ങരുത്. ഇങ്ങോട്ട് ഇറങ്ങാടാ.
രണ്ടിനെ കാറിട്ട് കത്തിക്കണോ? ഞാൻ ഇറങ്ങണോട്ട്. എന്താണ് കുഴപ്പം? സഞ്ജു ആ എന്താ ഏട്ടാ പറ. കവിതയുടെ ആളുകള് ആ. സഞ്ജു സ്വാധീനം വന്ന കാറ് തടഞ്ഞു. അവരെ അവിടെ ഇട്ട് തീർക്കാനാ പരിപാടി. കൊള്ളാം, ഇതാണ് അവസരം. നമ്മുടെ ആളുകളോട് കല്യാണ മണ്ഡപത്തിൽ കയറി ലച്ചുവിനെ തീർക്കാൻ പറ. ഒരുത്തനൂടെ കാണുമല്ലേ? അവൻ തന്നെ. സ്വാതിയുടെ സഞ്ജുവിന്റെ കാറ് ആരൊക്കെ തടഞ്ഞു. എവിടെ വെച്ച്? അവര് ക്ഷേത്രത്തിന് അടുത്ത് വരെ എത്തിയതാ. അയ്യോ ചേച്ചി, ലച്ചു, ലച്ചു മോളെ ദേവി മഹാമായ എന്തനർത്ഥങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? കാത്തോളി മഹാമായ. ഞാൻ അങ്ങോട്ട് പോവാ. അവൻ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോടാ. എന്തായാലും അവൻ സ്ഥലം വിട്ട് കാണൂല. ആ കാറിൽ നിന്ന് പിടിച്ചിറക്കി കഥ കഴിക്കാതെ ഇവരൊക്കെ ഇതെന്താ ചെയ്യുന്നേ? ഇനി ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വരും. ചേച്ചി ലച്ചു ചേച്ചി അമ്മ സഞ്ജു പെണ്ണ് കൊല്ലടാ അവളെ. നീ എന്റെ പെണ്ണിനെ തൊടുന്നോടാ. ഗൗരി, എന്തേട്ടാ ഈ കാണുന്നേ? ലച്ചു എങ്ങനെ ഇവിടെ എത്തി? കിട്ടിയ അവസരത്തിന് അവളെ തീർത്ത് കളയാൻ നമ്മുടെ ആളുകൾ ആരുമില്ലേ? അത് നമുക്ക് പോവാൻ ഗൗരി. നീ വണ്ടി കയറ്. പോകാനോ? ഏട്ടൻ എന്താ പറ്റിയേ? കാറി കയറ്. നമ്മൾ തോറ്റുപോയി. മനസ്സിലായില്ല. കവിത നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു. ഏട്ടാ സങ്കടപ്പെടുന്ന എന്തിനാ? എന്താ ഏട്ടാ സംഭവിച്ചത്? ഒന്ന് പറയുന്നുണ്ടോ? ഞാൻ അതെങ്ങനെ നിന്നോട് പറയും? നീ കാറി കയറ്. നമുക്കുടനെ ബാംഗ്ലൂർക്ക് പോകണം. ബാംഗ്ലൂർക്കോ? എന്തിന്? സഞ്ജന മോളെ നിനക്ക് ഒരു നോക്ക് കാണണ്ടേ? എന്താ എന്താ എന്റെ മോക്ക് പറ്റിയേ? പറയാൻ. എന്റെ മോക്ക് എന്താ പറ്റിയേ? പറയുന്നത് ഞാൻ വിടില്ല ഏട്ടാ. കവിത അവളയച്ച ആളുകള് സഞ്ജന മോളുടെ അടുത്തെത്തി. കവിത വെറുതെ വെല്ലുവിളിച്ചതല്ല. നമ്പീശനിപ്പോ വിളിച്ചിരുന്നു. കൊന്നു കളഞ്ഞു നമ്മുടെ കുഞ്ഞിനെ മല്ലികയും.
ഏട്ടാ സഞ്ജന. നീ കേറ്. അയ്യോ. സഞ്ജു. ചേച്ചി ചേച്ചി വാ, അത് അവര് നോക്കിക്കോളും. സഞ്ജുവിനെ വിട്ട് ഞാൻ എങ്ങനെ വരും? ചേച്ചി വാ ചേച്ചി. സഞ്ജു. വാ നമുക്ക് അങ്ങോട്ട് പോവാം. സ്വാതി, നീ വിളി കൂട്ടി ചെല്ലങ്ങോട്ട്. വാ സഞ്ജു. ചേച്ചി വാ ഇങ്ങോട്ട്. നീ എവിടെയാടാ പോണേ? ഇങ്ങോട്ട് വാ. രക്ഷപ്പെട്ടു പോകുന്നോടി. ഞാൻ തന്നെ അടി ഇതൊക്കെ ചെയ്തത്. നീ എന്ത് കരുതിയടി? ഞാനെന്ന് ജയിലിൽ കിടക്കുന്നോ? അപ്പച്ചി, അവളൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ തരാം. എനിക്ക് വേണ്ടത് ദേ ഇവളെയാ. ഇവളെയും ഇവളുടെ വയറ്റിൽ വളരുന്ന മംഗലശ്ശേരിയുടെ അനന്തരാവകാശിയും എനിക്ക് വേണം. എന്റെ ചേച്ചിയെ കൊല്ലണമെങ്കിൽ നിങ്ങൾ എന്നെ ആദ്യം കൊല്ലണം. അത് ഞാൻ ചെയ്യൂടി. നിക്കടി. എന്റെ ജീവൻ രക്ഷിക്കാൻ ആരും വരണ്ട. സ്വാതി, വേണ്ട. ചേച്ചി ചേച്ചി എന്റെ അടുത്ത് വരരുത്. മാറി നിക്ക. നിങ്ങളെ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്താ കണ്ടത്. എന്റെ ജീവനെ വേണ്ടെങ്കിൽ എടുക്ക. നീ എനിക്ക് ആരുമല്ലടി. മംഗലശ്ശേരിക്കാരൊക്കെ എന്റെ കൊടും ശത്രുക്കളാ. ആദ്യം തീരേണ്ടത് നീയാ. വേണ്ട. ചേച്ചി വിട്. ഒരാളും എന്റെ അടുത്ത് വരണ്ട. നോ. നീ നീ എന്റെ മോളെ കൊന്നു കളഞ്ഞല്ലേടി. ചേച്ചി ഗൗരി, ദക്ഷമേ, എന്റെ മോള്. ദക്ഷമേ, ലച്ചു, മാപ്പ്. അയ്യോ, പകകൊണ്ട് എല്ലാവരെയും കൊന്നുകളയാൻ ഇറങ്ങിയ എനിക്ക് ദൈവശിക്ഷ തന്നു. എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്ത് ദൈവം എന്നെ ശിക്ഷിച്ചു. കവിതയെ കൊന്നത് ഞാനാ. കവിതയുടെ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ. ഈ കൂട്ടത്തിൽ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതറിഞ്ഞോ? കവിത എന്റെ ഭാര്യയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. ഇവക്കതറിയാം, ലച്ചുവിന്. ഇവളെ എനിക്ക് സഞ്ജന മോളുടെ അടുത്തെത്തിക്കണം. അതുവരെ ആരും ഞങ്ങളെ തടയരുത്. അവസാനമായി സ്വന്തം മോളുടെ ചേതനേറ്റ ശരീരം അവളൊന്ന് കണ്ടോട്ടെ. എന്നിട്ട് എന്ത് ശിക്ഷ സ്വീകരിക്കാൻ ഞങ്ങള്. മോള് അമ്മോ,
എന്റെ അടുത്ത കളി നിനക്കത് അറിഞ്ഞൂടാ. പാകിസ്ഥാനി പട്ടാളക്കാരെ ഓടിച്ചവനാ ഞാൻ. അല്ല പിന്നെ തൊഴുതുള്ളൂ. ഇനി എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചോളൂ. നിന്റെ ജീവിതം ഇവിടെ തുടങ്ങാൻ ലച്ചു. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാവും. എന്ന് നിങ്ങൾ എന്റെ കൺകണ്ട ദൈവമായിരിക്കും. ചേച്ചി ചേച്ചിക്ക് ജീവിതത്തിൽ ഇതിൽ കൂടുതൽ സന്തോഷം തരുന്ന ദിവസം ഇനി ഉണ്ടാവില്ല. എന്റെ ജീവൻ അദ്ദേഹം തന്നതാണെങ്കിലും എന്റെ ജീവിതം ചേച്ചി എനിക്ക് തന്നതാ. മോളെ, മുഹൂർത്തത്തിന് സമയായി. ഇനി പേടിക്കാനൊന്നുമില്ല മുത്തശ്ശ. വാ മോളെ.
അങ്ങനെ ലച്ചു ഗോവിന്ദ് പരിണയവും കഴിഞ്ഞു. ഗോവിന്ദൻ ലച്ചു ഒന്നായിന്ന് പറ. ഏയ്, അതെ, എനിക്കൊരാഗ്രഹമുണ്ട്. മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞോളൂ. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവോ? എവിടെയാണെന്ന് എന്റെ പ്രിയ പത്നി പറയേണ്ട താമസം. എനിക്ക് എന്റെ അമ്മയെ കാണണം. പെരുവണ്ണാപുരത്ത് അമ്മയെ. Da 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 da